അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്നത് ശ്വസന വ്യവസ്ഥ. ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗം ശ്വാസകോശം. പേശികളില്ലാത്ത അവയവം ശ്വാസകോശം. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി. മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ. നാസാദ്വാരം മുതൽ വായു അറ വരെ കടന്നു പോകുന്ന അന്തരീക്ഷ വായുവിൻ്റെ സഞ്ചാരപാത ശ്വസനപഥം. ശ്വസനവാതകങ്ങൾ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗം നാസാദ്വാരം അല്ലെങ്കിൽ നോസ്ട്രൽസ്. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാത നാസാഗഹ്വരം അല്ലെങ്കിൽ നാസൽ കാവിറ്റി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴൽ ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയ. ശ്വാസനാളം സദാ തുറന്നിരിക്കുന്നതിന് സഹായിക്കുന്ന വലയങ്ങൾ തരുണാസ്ഥി വലയങ്ങൾ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന ഭാഗങ്ങൾ ശ്വാസനാളം. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകൾ ശ്വസനികൾ. ശ്വസനിയുടെ അഗ്രശാഖകൾ ശ്വസനിക. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകൾ വായു അറ. വായു അറകളെ പൊതിഞ്ഞ് ധാരാളമായി കാണപ്പെടുന്നത് രക്തലോമികൾ. വാതക വിനിമയം നടക്കുന്ന ഭാഗം വായു അറ. ശ്വസനികൾ, ശ്വസനികകൾ, വായു അറകൾ എന്നിവയുടെ ശൃംഖലയാണ് ശ്വാസകോശങ്ങൾ. ശ്വാസകോശം സ്ഥിതി ചെയ്യുന്നത് വായു കടക്കാത്ത ഔരസാശയത്തിനുള്ളിൽ. ശ്വാസകോശത്തിൻ്റെ അടിസ്ഥാന ഘടകം ആൽവിയോലൈകൾ. ശ്വാസകോശത്തിൽ വാതക വിനിമയം നടക്കുന്ന വായു അറകൾ ആൽവിയോലൈകൾ. ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്തരം പ്ലൂറ. ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള കർഷണം കുറയ്ക്കുന്നത് പ്ലൂറാദ്രവം. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തി ഡയബ്രം. ശരീരത്തിലൂടെയുള്ള വായുവിൻ്റെ സഞ്ചാരപാത നാസാദ്വാരങ്ങൾ, നാസാഗഹ്വരം, ശ്വാസനാളം, ശ്വസനി, ശ്വസനിക, വായു അറ. വായു അറകളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങൾ മാക്രോഫേജുകൾ. ശ്വസനവേളയിലെ രോഗാണുക്കളെ പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങൾ മാക്രോഫേജുകൾ. ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് മാക്രോഫേജുകൾ. വായു അറകളിൽ പൊടിപടലങ്ങളോടും രോഗാണുക്കളോടും ഏറ്റുമുട്ടി പ്രതിദിനം വീരമൃത്യു വരിക്കുന്ന മാക്രോഫേജുകളുടെ എണ്ണം ഏകദേശം 50 ലക്ഷത്തോളം. വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ലെസിത്തിൻ. ഓക്സിജൻ രക്തത്തിൽ കലരുന്നത് ആൽവിയോളകളിൽ വച്ച്. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്ന്. മനുഷ്യരുടെ മേൽചുണ്ടിന് മുകളിലായി ഒരു ജോഡി നാസാരന്ധ്രങ്ങൾ കാണപ്പെടുന്നു. ഇത് നാസാഗഹ്വരത്തിലേക്ക് തുറക്കുന്നു. നാസാഗഹ്വരം ആഹാരവും വായുവും പൊതുവായി എത്തിച്ചേർന്ന ഗ്രസനിയുടെ ഭാഗമായ നാസാഗ്രസനിയിലേക്ക് തുറക്കുന്നു. നാസാഗ്രസനി ഗ്രസനിയുടെ മുന്നറ്റത്തുള്ള ക്ലോമത്തിലൂടെ കടന്ന് സ്വനപേടകം എന്ന ഭാഗത്തുകൂടി ശ്വാസനാളത്തിലേക്ക് തുറക്കുന്നു. തരുണാസ്ഥി നിർമ്മിതമായ ഒരു അവയവമാണ് സ്വനപേടകം. ഇത് ശബ്ദത്തെ പുറപ്പെടുവിക്കാൻ സഹായിക്കുന്നു. സ്വനപേടകത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രവേശനത്തെ തടയുന്ന തരുണാസ്ഥി നിർമ്മിതമാണ് ക്ലോമപിദാനം. സ്വനപേടകത്തിലേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രവേശനത്തെ തടയുന്ന തരുണാസ്ഥി നിർമ്മിതമായ അടപ്പാണ് ക്ലോമപിദാനം. ബാഹ്യ രാസാന്തരങ്ങളിൽ തുടങ്ങി ശ്വസനികകൾ വരെയുള്ള ഭാഗത്തിന് പറയുന്നത് വാതക സംവഹന ഭാഗം.
വായു അറകളും അതിനോടനുബന്ധിച്ചുള്ള നളികകളും ചേർന്ന ഭാഗത്തിനെ വാതക വിനിമയ ഭാഗം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ശ്വസന ഭാഗം. സംവഹന ഭാഗം അന്തരീക്ഷ വായുവിനെ വായു അറകളിൽ എത്തിക്കുന്നു. വായുവിലെ അന്യപദാർത്ഥങ്ങളെ നീക്കം ചെയ്യുകയും ആർദ്രതയിൽ വ്യതിയാനം വരുത്തി അന്തരീക്ഷ വായുവിൻ്റെ താപനില ശരീര താപനിലയ്ക്ക് തുല്യമാക്കുകയും ചെയ്യുന്നു. രക്തവും അന്തരീക്ഷ വായുവും തമ്മിലുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വിനിമയം സാധ്യമാക്കുന്നത് വാതക വിനിമയ ഭാഗത്ത്. ശ്വസനത്തിന് സഹായിക്കുന്ന പ്രധാന പേശി ഡയഫ്രം. ഔരസാശയത്തിലെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളി ഡയഫ്രം. ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയെല്ലുകൾക്കിടയിലുള്ള പ്രത്യേക പേശികൾ ഇൻ്റർകോസ്റ്റൽ പേശികൾ. ഔരസാശയത്തിൻ്റെ പിൻഭാഗത്ത് കാണപ്പെടുന്നത് നട്ടെല്ല്. ഔരസാശയത്തിൻ്റെ മുൻഭാഗത്ത് കാണുന്നത് മാറെല്ല്. ഔരസാശയത്തിൻ്റെ വശങ്ങളിൽ കാണുന്നത് വാരിയെല്ല്. ശ്വസന പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ. ശ്വാസോച്ഛ്വാസം വഴി അന്തരീക്ഷ വായുവിനെ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള വായു അറയിലെ വായുവിനെ പുറന്തള്ളുകയും ചെയ്യുക. വായു അറയുടെ സ്ഥലത്തിലൂടെയുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വ്യാപനം. രക്തത്തിലൂടെയുള്ള വാതകങ്ങളുടെ സംവഹനം. രക്തവും കലകളും തമ്മിലുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വ്യാപനം. കോശങ്ങളുടെ അപചയ പ്രവർത്തനങ്ങൾക്കായി ഓക്സിജൻ ഉപയോഗപ്പെടുത്തുകയും തൽഫലമുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. ശ്വാസോച്ഛ്വാസം അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ സ്വീകരിച്ചുകൊണ്ട് കോശത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന പ്രക്രിയ ശ്വാസോച്ഛ്വാസം. ഇത് സാധാരണയായി ശ്വസനം എന്നും അറിയപ്പെടുന്നു. ശ്വാസോച്ഛ്വാസം ചലനങ്ങൾക്ക് അടിസ്ഥാനമാണ്. ഔരസാശയത്തിലെ ശ്വാസോച്ഛ്വാസ ചലനങ്ങൾക്കിടയിലെ അടിസ്ഥാനം ഔരസാശയത്തിലെ സങ്കോച വികാസങ്ങൾ. ഔരസാശയം വികസിക്കുമ്പോൾ ഉച്ഛ്വാസവും സങ്കോചിക്കുമ്പോൾ നിശ്വാസവും ലഭിക്കുന്നു. ശ്വാസകോശത്തിലൂടെയുള്ള ശ്വസനം അറിയപ്പെടുന്നത് പൾമണറി റെസ്പിറേഷൻ. ഓക്സിജന്റെ അഭാവത്തിൽ ഉള്ള ശ്വസനം അവായു ശ്വസനം. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഉള്ള ശ്വസനം വായു ശ്വസനം. സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവ് ടൈഡൽ വോളിയം. ടൈഡൽ വോളിയത്തിൻ്റെ അളവ് ഏകദേശം 1/2 ലിറ്റർ. ഗാഢമായ ഉച്ഛ്വാസത്തിനു ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന വായുവിൻ്റെ അളവ് വൈറ്റൽ കപ്പാസിറ്റി. ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പൈറോമീറ്റർ. ശ്വാസോച്ഛ്വാസത്തിൽ നടക്കുന്ന 2 ഘട്ടങ്ങൾ ഉച്ഛ്വാസവും നിശ്വാസവും. അന്തരീക്ഷ വായുവിനെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയ ഉച്ഛ്വാസം. ഉച്ഛ്വാസത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഇൻ്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുന്നത് മൂലം വാരിയെല്ലുകൾ ഉയരുന്നു. ഔരസാശയം വ്യാപ്തം കൂടുന്നു. ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തിലേക്കാൾ കുറയുന്നു. വായു അകത്തേക്ക് പ്രവേശിക്കുന്നു. അന്തരീക്ഷ മർദ്ദത്തേക്കാൾ ശ്വാസകോശത്തിലെ വായുമർദ്ദം കുറവാണെങ്കിൽ നടക്കുന്ന പ്രക്രിയ ഉച്ഛ്വാസം. ആരോഗ്യമുള്ള പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 4.5 ലിറ്റർ. ആരോഗ്യമുള്ള സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 3 ലിറ്റർ. വായു അറയിലെ വായുവിനെ പുറന്തള്ളുന്ന പ്രക്രിയ നിശ്വാസം. നിശ്വാസത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഇൻ്റർകോസ്റ്റൽ പേശികൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് മൂലം വാരിയെല്ലുകൾ താഴുന്നു. ഔരസാശയ വ്യാപ്തം കുറയുന്നു. ഔരസാശയ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുന്നു. വായു പുറന്തള്ളുന്നു. ശ്വാസകോശങ്ങളിലേക്കും പുറത്തേക്കുമുള്ള വായു സഞ്ചാരം സാധ്യമാക്കുന്നത് ശ്വാസകോശങ്ങൾക്കും അന്തരീക്ഷത്തിനും ഇടയിൽ രൂപപ്പെടുന്ന മർദ്ദവ്യത്യാസം. അന്തരീക്ഷ മർദ്ദം കുറവും ശ്വാസകോശത്തിലെ വായുമർദ്ദം കൂടുതലും ആണെങ്കിൽ നടക്കുന്നത് നിശ്വാസം. ഡയഫ്രവും വാരിയെല്ലുകൾക്കിടയിലുള്ള ഇൻ്റർകോസ്റ്റൽ പേശികളും ഈ മർദ്ദവ്യത്യാസം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഉച്ഛ്വാസം ആരംഭിക്കുന്നത് ഡയഫ്രം ചുരുങ്ങുകയും ഔരസാശയ അറയുടെ വ്യാപ്തം മുകളിൽ നിന്ന് താഴേക്ക് കൂടുകയും ചെയ്യുമ്പോഴാണ്. വാരിയെല്ലുകൾ, മാറെല്ല് എന്നിവ മുകളിലേക്കും മുൻപിലേക്കും ഉയരുകയും ഔരസാശയ അറയുടെ വ്യാപ്തം മുതുക് ഭാഗത്തു നിന്ന് അധോഭാഗത്തേക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നത് ഏത് പേശികൾ ചുരുങ്ങുന്നത് മൂലമാണ്.
ബാഹ്യ ഇൻ്റർകോസ്റ്റൽ പേശികൾ. ഇങ്ങനെ ഔരസാശ്യത്തിൻ്റെ വ്യാപ്തം കൂടുന്നത് വഴി ശ്വാസകോശത്തിൻ്റെ വ്യാപ്തം വർദ്ധിക്കുന്നു. തന്മൂലം ശ്വാസകോശത്തിനുള്ളിലെ വായുമർദ്ദം അന്തരീക്ഷമർദ്ദത്തേക്കാൾ കുറയുകയും അങ്ങനെ അന്തരീക്ഷവായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ആരോഗ്യവാനായ ഒരു മനുഷ്യനിൽ ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ വരെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു? 12 മുതൽ 16 തവണ. വാതകവിനിമയം വായു അറകളിൽ. ശ്വസനവാതകങ്ങളായ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കൈമാറ്റം നടക്കുന്നത് വായു അറകളിൽ. ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്ന ശ്വസനിയുടെ അഗ്രശാഖകളായ ശ്വസനികകൾ തുറക്കുന്നത് ദശലക്ഷക്കണക്കിന് വായു അറകളിലേക്കാണ്. വായു അറകൾ ശ്വാസകോശത്തിലെ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. വായു അറകളിലൂടെ ഉൾഭിത്തി സദാ ഈർപ്പമുള്ളതായി കാണപ്പെടുന്നു. വായു അറകളുടെ ഭിത്തിയും അവയെ ആവരണം ചെയ്തിരിക്കുന്ന രക്തലോമികളുടെ ഭിത്തിയും നിർമ്മിതിയായിരിക്കുന്നത് ഒരേ നിര കോശങ്ങളിൽ മാത്രമാണ്. രക്തലോമികകളിലെ രക്തത്തിനെയും വായു അറകളിലെ വായുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രതലത്തിൻ്റെ കനം. 2 നിര കോശങ്ങളുടെ കനം. വായു അറകളിൽ നിന്ന് രക്തലോമികകളിലേക്കും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വായു അറകളിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നത് ഡിഫ്യൂഷനിലൂടെ. ഉച്ഛ്വാസവേളയിൽ വായു അറകളിൽ ഓക്സിജൻ്റെ ഗാഢത കൂടുതൽ. ഉച്ഛ്വാസവേളയിൽ വായു അറകളിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത കുറവ്. ഉച്ഛ്വാസവേളയിൽ രക്തലോമികകളിൽ ഓക്സിജൻ്റെ ഗാഢത കുറവ്. ഉച്ഛ്വാസവേളയിൽ രക്തലോമികകളിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത കൂടുതൽ. രക്തവും കലകളും തമ്മിലുള്ള വാതകവിനിമയം നടക്കുന്ന ഈ പ്രതലങ്ങളിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വിനിമയം സാധ്യമാകുന്നത് മർദ്ദത്തിൻ്റെയോ ഗാഢതയുടെയോ വ്യതിയാനത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ലളിതമായ വ്യാപനത്തിലൂടെയാണ്. വാതകങ്ങളുടെ ലയനശേഷി, വിനിമയ സ്ഥലങ്ങളുടെ കനം എന്നിവ വ്യാപനത്തിൻ്റെ തോതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. വാതക മിശ്രിതത്തിൽ ഒരു വാതകം മാത്രം പുലർത്തുന്ന മർദ്ദത്തെ വിളിക്കുന്നത് ആംശിക മർദ്ദം. വാതകങ്ങളുടെ സംവഹനം. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനം നടക്കുന്ന മാധ്യമം രക്തം. 97% ഓക്സിജൻ സംവഹനം ചെയ്യപ്പെടുന്നത് ചുവന്ന രക്താണുക്കൾ വഴി. ബാക്കിയുള്ള 3% ഓക്സിജൻ രക്തത്തിലെ പ്ലാസ്മയിൽ ലയിച്ച് സംവഹനം ചെയ്യപ്പെടുന്നു. ഏകദേശം 20 മുതൽ 25% കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ മുഖേനയും 70% കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റുകളായി 7% കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ പ്ലാസ്മയിൽ ലയിച്ച് സംവഹനം ചെയ്യപ്പെടുന്നു. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി സംയോജിച്ചുണ്ടാകുന്ന അസ്ഥിര സംയുക്തം ഓക്സിഹീമോഗ്ലോബിൻ. ഓരോ ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്കും പരമാവധി 4 ഓക്സിജൻ തന്മാത്രകൾ വഹിക്കാൻ കഴിയും. ഓക്സിജനും ഹീമോഗ്ലോബിനും സംയോജിച്ചുണ്ടാകുന്ന അസ്ഥിര സംയുക്തം പ്രാഥമികമായി ഓക്സിജൻ്റെ ആംശിക മർദ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്സിജൻ ഹീമോഗ്ലോബിൻ്റെ സംയോജനത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ: കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആംശിക മർദ്ദം, H+ അയോണിൻ്റെ ഗാഢത, ഊഷ്മാവ്. ഉച്ഛ്വാസവായു. ഓക്സിജൻ അളവ് 21%, നിശ്വാസവായു 15%. കാർബൺ ഡൈ ഓക്സൈഡ്. ഉച്ഛ്വാസവായുവിലെ അളവ് 0.04, കാർബൺ അളവ് 4, കാർബൺ ഡൈ ഓക്സൈഡ് 4. നൈട്രജൻ. ഉച്ഛ്വാസവായുവിൽ 78%, നിശ്വാസവായുവിൽ 78%. ജലബാഷ്പം. ഉച്ഛ്വാസവായുവിൽ 0.96, നിശ്വാസവായുവിൽ 3.